ഹായ് ഫ്രണ്ട്സ്, കേരളത്തെ കണ്ടും കേട്ടും അറിയുന്നതിലേക്കായി പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനൽ ഒരുക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിലേക്കാണ്. ഇഞ്ചത്തൊട്ടി തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് കീരമ്പാറ പഞ്ചായത്തിലാണ്. എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലെ കീരമ്പാറ പഞ്ചായത്ത്. ഈ കീരമ്പാറ പഞ്ചായത്ത് ക്ലീൻ കീരമ്പാറ എന്ന് അറിയപ്പെടുന്നു. ഇവിടെ ബോട്ടിംഗ്, കയാക്കിംഗ് എന്നുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ളതാണ്. എന്നാൽ നിലവിൽ 6 മാസക്കാലമാണ് ഇവിടെ ബോട്ടിംഗ് ഉള്ളൂ. കാരണം തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന് കുറുകെയാണ്. ഭൂതത്താൻകെട്ടിൽ ഡാം തുറന്നു വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടം വെള്ളം കുറവാണ്. ഡിസംബർ ആകുമ്പോഴേക്കും ഇവിടെ ഭൂതത്താൻകെട്ട് ഡാമിൽ ഷട്ടറിടും. അതിനാൽ ഇവിടെ വെള്ളം കയറുകയും ബോട്ടിംഗ് ആരംഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അറിവ്. അങ്ങനെ നമ്മൾ കീരമ്പാറ പഞ്ചായത്തിലെ ഈ ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഇതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ കീരമ്പാറ പഞ്ചായത്തും കുട്ടമ്പുഴ പഞ്ചായത്തും തമ്മിലുള്ള ബന്ധമാണ് ഈ തൂക്കുപാലത്തിന് പറയുവാനുള്ളത്. കോതമംഗലം അടിമാലി റൂട്ടിൽ നമ്മൾ പോകുമ്പോൾ നേര്യമംഗലത്തിന് മുന്നോടിയായി പുന്നേക്കാട് എന്ന കവലയിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് ചാരുപാറ ജംഗ്ഷനിലെത്താം. ചാരുപാറ നിന്ന് കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഇഞ്ചത്തൊട്ടിയിലേക്കുള്ള തൂക്കുപാലമാണ്, അല്ലെങ്കിൽ നടപ്പാലമാണ് ഈ പാലം. അതിനാലാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം എന്ന് ഇത് അറിയപ്പെടുന്നത്. 185 മീറ്റർ നീളമാണ് ഈ തൂക്കുപാലത്തിനുള്ളത്. ജലാശയത്തിൽ നിന്ന് 200 അടി ഉയരവുമുണ്ട്. പെരിയാറിന് കുറുകെയാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് നാം പറഞ്ഞു കഴിഞ്ഞു. ഞാനും എൻ്റെ കുടുംബവും ഈ തൂക്കുപാലത്തിലൂടെ മെല്ലെ കയറി അക്കരയ്ക്കൊന്ന് കയറുവാനുള്ള ശ്രമത്തിലാണ്. ഞായറാഴ്ചയായതുകൊണ്ട് തൂക്കുപാലത്തിൽ നിറയെ ആളുകളുണ്ട്. അതിനാൽ തന്നെ വീഡിയോ സ്റ്റഡിയായിട്ട് നിർത്തി വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല. വീഡിയോ ആടുന്നത് കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകും, തൂക്കുപാലത്തിൽ അങ്ങേ തലക്കിലും ഇങ്ങേ തലക്കിലും ആളുകൾ കയറുമ്പോൾ പാലം ആടിക്കൊണ്ടിരിക്കും. അതിനാൽ വീഡിയോ സ്റ്റഡിയായി നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാനും ഭാര്യയും അങ്ങനെ തൂക്കുപാലത്തിൽ നിന്ന് പെരിയാറിൻ്റെ കുറുകെ ഉള്ള ആ പ്രകൃതി രമണീയത ആസ്വദിക്കുകയാണ്. എത്രമാത്രം പറഞ്ഞാലും തീരാത്ത, ഏതൊക്കെ വാക്കിൽ വിവരിച്ചാലും തീരാത്ത ഒരു പ്രകൃതി ഭംഗിയാണ് പെരിയാറിൻ്റെ ഇരുകരകൾക്കും അങ്ങ് കിഴക്കൻ മലകളുടെ വശ്യ സൗന്ദര്യത്തിനും നമ്മോട് പറയുവാനുള്ളത്. കണ്ട് മതി വരുവോളം കണ്ടാലും വീണ്ടും വീണ്ടും കാണണമെന്നുള്ള മോഹം. അങ്ങനെ പെരിയാറിന് കുറുകെ തൂക്കുപാലത്തിലൂടെ ഞാൻ നടന്നെടുക്കുന്ന വീഡിയോയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങ് വൈകുന്നേരങ്ങളിലുള്ള മഴകളൊക്കെ ഉള്ളതുകൊണ്ട് പെരിയാർ ഇപ്പോൾ കലങ്ങിയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇത്രമാത്രം സൗന്ദര്യം ഇവൾക്കുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ ഭാര്യ പറഞ്ഞു, എന്നോടാണോ? ഞാൻ പറഞ്ഞു, പെരിയാറും നീയും വളരെ സൗന്ദര്യവതികളാണ്. വയലാറിൻ്റെ ഭാഷയിൽ മലനിരകളിലെ കുളിരും തണുപ്പും ഒക്കെ ആയി ഒഴുകി വരുന്ന പെരിയാറിൻ്റെ സൗന്ദര്യം എത്ര കണ്ടാലും ആസ്വദിച്ചാൽ മതിവരില്ല. ആ പെരിയാറിൻ്റെ മുകളിലൂടെ നീ നടക്കുമ്പോൾ ഒരു പക്ഷേ പെരിയാറിന് ഒന്നുകൂടെ സൗന്ദര്യം വർദ്ധിക്കുന്നോ എന്ന് തോന്നിപ്പോകുന്നു. വേണ്ട, അത് എന്നോട് വേണ്ട എന്നാണ് ഭാര്യ അപ്പോൾ എന്നോട് പറയുന്നത്. ഓരോ സൈഡിലേക്കുമുള്ള മലനിരകളെ അങ്ങനെ വീണ്ടും വീണ്ടും കോർത്തിണക്കി ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ അങ്ങ് ദൂരെയായി ഒരാൾ മീൻ പിടിക്കുന്നതായും എനിക്ക് കാണുവാൻ കഴിഞ്ഞു. തൂക്കുപാലം ആടുന്ന രംഗം നിങ്ങൾക്ക് വീഡിയോയിലൂടെ ശ്രദ്ധിച്ചാൽ കാണാവുന്നതാണ്. കിഴക്കൻ മലകളുടെ അങ്ങ് ദൂരേക്ക് ഞാൻ ക്യാമറ ചലിപ്പിക്കുമ്പോൾ അങ്ങ് ദൂരെയുള്ള മുഴുവൻ ദൃശ്യവും എനിക്ക് ക്യാമറയിൽ പകർത്തുവാൻ എൻ്റെ ക്യാമറയ്ക്ക് കപ്പാസിറ്റി ഇല്ല. എന്നിരുന്നാലും എനിക്ക് കഴിയാവുന്നത്ര പ്രകൃതി ഭംഗിയെ ഞാൻ ഒപ്പിയെടുക്കുകയാണ്. ഒരു കൈ പിടിച്ചു വേണം ശരിക്കും പറഞ്ഞാൽ പ്രായമായവരൊക്കെ നടക്കാൻ. കാരണം അല്ലെങ്കിൽ അങ്ങേ തലയ്ക്കയും ഇങ്ങേ തലയ്ക്കയും നടക്കുമ്പോൾ വേച്ച് പോകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം തൂക്കുപാലത്തിൻ്റെ ആട്ടം. അതിനുവേണ്ടിയാണ് ഞാൻ പ്രയാസപ്പെട്ട് ആ ഒരു വീഡിയോ ക്ലിപ്പ് ചെയ്തത്. ഭാര്യ ഞാൻ പിടിക്കാതെ നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സെൻറ്ററിലൂടെ നടന്നു പോവുകയാണ്. കിഴക്കൻ മലനിരകളെ വീണ്ടും വീണ്ടും ഞാൻ ഒപ്പിയെടുക്കുന്നു. കാരണം എനിക്ക് എത്ര കണ്ടാലും ഈ പ്രകൃതി ഭംഗി എന്നെ സംബന്ധിച്ച് വല്ലാത്തൊരു അനുഭൂതിയാണ്, കുളിരാണ് സമ്മാനിക്കുന്നത്. അതിനാൽ പടിഞ്ഞാട്ട് നോക്കുമ്പോൾ സൂര്യൻ അങ്ങനെ
തിളങ്ങി നിൽക്കുന്നു മഴമേഘങ്ങൾക്കിടയിലൂടെ. പൊതുവിൽ ഇന്ന് യെല്ലോ അലർട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇതുവരെ മഴക്കാറുകൾ അങ്ങിങ്ങായി സ്വരൂപിച്ചു കൂടുന്നതേയുള്ളൂ. അങ്ങനെ നോക്കുമ്പോഴാണ് വള്ളം പ്രസവിച്ചതാണോ എന്ന് തോന്നുന്ന മാതിരി അമ്മയും കുഞ്ഞും കിടക്കുന്നത് പോലെ ഒരു വലിയ വള്ളവും ഒരു കുഞ്ഞു വള്ളവും അങ്ങേയറ്റത്ത് അങ്ങേ തലയ്ക്കൽ നടക്കലിലെ ചേർന്ന് അങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ പ്രസവിച്ച് കിടക്കുന്ന മാതിരി തോന്നി. അങ്ങനെ നോക്കുമ്പോഴാണ് നിങ്ങൾ നടന്ന് അങ്ങേ തലയ്ക്കലെത്തിയപ്പോൾ ഒരമ്മ അവിടെ പാലത്തിൽ കയറാൻ തൂക്കുപാലമായതുകൊണ്ട് പേടിയായിട്ടാണോ എന്തോ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഞാൻ അപ്പോൾ ഈ ടവറിൻ്റെ ഉയരമൊന്ന് പരിശോധിക്കുകയാണ്. അതും കഴിഞ്ഞിറങ്ങിയപ്പോൾ ഈ തൂക്കുപാലം സ്ഥാപിച്ചിരിക്കുന്ന ആ കുറ്റിയെ ഞാനൊന്ന് ഫോക്കസ് ചെയ്തു. ഇങ്ങനെയുള്ള 4 വലിയ ഇരുമ്പ് വടത്തിലാണ് ഈ തൂക്കുപാലം സ്ഥാപിച്ചിട്ടുള്ളത്. അങ്ങനെ മറുകരയിൽ നിന്ന് ഞങ്ങൾ തിരികെ പോരുകയാണ്. വൈകുന്നേരമായതുകൊണ്ട് ആളുകൾ മെല്ലെ കുറഞ്ഞു തുടങ്ങി. എന്നിരുന്നാലും ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും തിരികെ വന്ന് പാലത്തിൻ്റെ നടുക്കിലെത്തി ആ പ്രകൃതി ഭംഗിയെ ഒന്നുകൂടെ ഒപ്പിയെടുക്കുന്നു. മീൻ പിടിക്കുന്നയാൾ അതിലൂടെ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. എന്താണ് കിട്ടിയിട്ടുള്ളത് എന്ന് നമുക്ക് അറിയുവാൻ നിവൃത്തിയില്ല. പടിഞ്ഞാറൻ സൈഡിലേക്ക് നോക്കുമ്പോൾ മഴക്കാറുകൾ വീണ്ടും ഉരുണ്ടുകൂടുന്നുണ്ട്. ചെറിയ ഒരു ഇടിയുടെ കുടുക്കമൊക്കെ കേൾക്കുന്നുണ്ട്. എന്നാലും എൻ്റെ കണ്ണിൽ ആ വള്ളവും കുഞ്ഞുമാണ്. വല്ലാത്തൊരു ആകർഷണം അതിനോട് എനിക്ക് തോന്നി. അതിനെ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. പെരിയാറിൽ സൂര്യൻ റിഫ്ലക്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയും നമുക്ക് നിന്നാൽ ഒരു പക്ഷേ മഴ നനയാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ കണ്ടു മതിയായില്ലെങ്കിലും മെല്ലെ തിരികെ പോരുകയാണ്. തിരികെ പാലത്തിലൂടെ വന്നു കഴിയുമ്പോൾ ഇങ്ങേ തലക്കിലെത്താറായപ്പോൾ വീണ്ടും ഒന്നുകൂടെ കിഴക്കൻ മലനിരകളെ ഞാൻ ക്യാമറയിൽ പകർത്തുകയാണ്. പ്രകൃതി ഭംഗിയെ ഇഷ്ടപ്പെടുന്നവർക്ക് എത്രമാത്രം കണ്ടാലും യാത്രകളും ഈ ദൃശ്യങ്ങളും ഒരിക്കലും മതിയാവുകയില്ല. അങ്ങനെ ഞങ്ങൾ തിരികെ പാലത്തിൻ്റെ വന്ന വഴിയിലൂടെ തിരികെ വന്ന് ഇറങ്ങിപ്പോരാനുള്ള ശ്രമത്തിലാണ്. ഭാര്യയ്ക്ക് വീണ്ടും ഫോട്ടോ എടുക്കണമെന്നുള്ള ആഗ്രഹം. ഈ കാണുന്ന ദൃശ്യങ്ങളൊക്കെ പകർത്തിയെടുക്കുവാൻ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എത്ര പകർത്തിയാലും മതിയാവാതെ ഞങ്ങളങ്ങനെ പെരിയാറിനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞ് പെരിയാർ അത്ര സൗന്ദര്യവതിയാണ് എന്നൊക്കെ വീണ്ടും പറഞ്ഞ് ഞങ്ങൾ ഒരു സെൽഫിയും എടുത്ത് തിരികെ പോരാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ പെരിയാറിൻ്റെ കര പറ്റാനുള്ള ശ്രമത്തിൽ നടന്ന് തിരികെ വന്ന് ഞങ്ങൾ പെരിയാറിൻ്റെ ദൃശ്യഭംഗി വീണ്ടും പകർത്തി. മറ്റൊന്നും ഇവിടെ പകർത്തുവാനില്ല. കാരണം ഇതാണ് കാണുവാനുള്ളത്. ഈ കാണുന്ന പ്രദേശത്ത് മുഴുവൻ ഭൂതത്താൻകെട്ടിൽ ഡാം അടച്ചു കഴിഞ്ഞാൽ വെള്ളം കയറി കിടക്കും. അപ്പോഴാണ് ബോട്ടിംഗ് സർവീസ് ആരംഭിക്കുക. ഇനി ഡിസംബറിലാണ് ഉള്ളത് എന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുഹൃത്ത് ആരോ ഒരാൾ ഞങ്ങളുടെ ഫോട്ടോ വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഞങ്ങൾ ഫോട്ടോ സെൽഫി എടുക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ട് അദ്ദേഹം ഞങ്ങളുടെ ക്യാമറ വാങ്ങി ഫോട്ടോ വീഡിയോയും എടുത്തു തന്നു. അതു കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ തൂക്കുപാലത്തിൽ നിന്നിറങ്ങി തിരികെ പോരുകയാണ്. കാഴ്ചകൾ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്നെ കണ്ട നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഗുഡ് ബൈ.